ചൂട് അനുഭവിക്കുന്ന കൂലിയുണ്ട് സുഹൃത്തുക്കൾ. അതെപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചു? നമ്മളിങ്ങനെ ചൂടുന്ന ഇടങ്ങേറാകുമ്പോൾ ഒരു ഈമാനുള്ളൊരു വ്യക്തിക്ക് എന്ത് വന്നാലും അതിന് കൂലിയുണ്ട് എന്നാണ്. അംറുഹു കുല്ലഹു ലഹു, അവൻ എല്ലാ കാര്യത്തിനും ഖൈറാണെന്ന്. അവനെന്തെങ്കിലും അനുഗ്രഹങ്ങൾ വന്ന അല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിന് കൂലിയുണ്ട്. ഇപ്പം ഈ സമയത്തൊരു മഴ പെയ്താൽ, ഒന്ന് തണുത്താൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിന് കൂലിയുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ചൂട് കൊണ്ട് ഉണരുമ്പോൾ, നമ്മുടെ കുട്ടികൾ കരയുമ്പോൾ, കുട്ടികൾ ഉറങ്ങാൻ കഴിയാതെ അസ്വസ്ഥരാകുമ്പോൾ, ഫാൻ എത്ര ശക്തിയായി തിരിഞ്ഞാലും നമുക്ക് ഉറങ്ങാൻ കഴിയാതെ പുറത്തിറങ്ങി നിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് കൂലിണ്ട് എന്നാണ്. നേരം വെളുക്കുന്നത് വരെ പുറത്തിറങ്ങിയിട്ടൊന്നാണ് നടന്നാൽ ആ വെയിൽ കൊള്ളുമ്പോൾ അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. അത് സത്യത്തിൽ പണ്ഡിതന്മാർ ചൂടിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്തൊരു മുസീബത്ത് വന്നാലും അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി എന്നാണ്, എൻ്റെ മുസീബത്തിന് എനിക്കൊരു കൂലി തരണേ എന്ന് പറയണം എന്നാണ്. അപ്പോൾ ഈ ചൂട് വരുമ്പോൾ ഇനി മെയ് മാസമാണ്, ഇനിയിപ്പോൾ ഈ ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരിക എന്ന് പറഞ്ഞ് ആളുകൾ പലപ്പോഴും അസ്വസ്ഥതയും ഭയപ്പെടുത്തൊക്കെ ചെയ്യുമ്പോൾ കൂലി ഇങ്ങനെ കൂടിക്കൂടി വരികയാണെന്ന് മനസ്സിൽ ചിന്തിക്കാൻ നമുക്ക് പറ്റുമ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രയോജനം കൊടുക്കും അല്ലെ? വിശ്വാസമില്ലാത്ത, ഈമാനില്ലാത്ത ഒരാൾ അന്തിക്ക് രാത്രി സമയത്ത് ചൂടത്ത് ഉറങ്ങാതെ കിടന്നാൽ അവനെന്ത് കിട്ടാനാണ് സുഹൃത്തുക്കളെ? നമുക്ക് കിട്ടും, നഷ്ടപ്പെടാതെ കൂലി കിട്ടും എന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. ഏതൊരു മുസീബത്തിനും ഏതൊരു പരീക്ഷണങ്ങൾക്കും പ്രതിഫലം കിട്ടുമെന്നത് ഈ ഓരോ ചൂടിൻ്റെ സന്ദർഭത്തിലും നമ്മൾ ആലോചിക്കണം. ഖിയാമത്ത് നാളിൽ ഒരു നൃത്തമുണ്ട്. ലോകം, ഈ ഭൂമി ഇതല്ലാത്തൊരു ഭൂമിയാക്കി മാറ്റപ്പെട്ട് ഇതൊരു മൈതാനമായി അതിവിശാലമായി നിരന്നു കിടക്കുമ്പോൾ ലോകത്ത് ഇതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയവരെല്ലാവരും ഒന്നിച്ചു വരുന്നൊരു നൃത്തമുണ്ട്. 50,000 വർഷം ദൈർഘ്യമേറുന്നു. 50,000 വർഷം ദൈർഘ്യമുള്ളൊരു നൃത്തം, വിചാരണ കാത്തു നിൽക്കുന്ന മഹ്ശറുണ്ട്. ആ മഹ്ശറിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് തലക്ക് മുകളിൽ സൂര്യൻ വന്നു നിൽക്കുമെന്നാണ്. അപ്പൊ കരിഞ്ഞു പോലെന്ന് ആൾക്കാർ ചോദിക്കും. അപ്പൊ നരകത്തിലോ? നരകത്തിൽ കിടക്കണോ? മരിക്കണില്ലല്ലോ. നരകത്തിൽ എന്ത് തീഷ്ണമായി കത്തിക്കരിഞ്ഞാലും അവൻ മരിക്കില്ല. അത് അവിടുത്തെ ഒരു സംവിധാനമാണ് സുഹൃത്തുക്കൾ. ഖിയാമത്ത് നാളിൽ ആ ഒരു ചൂട് യാഥാർത്ഥ്യമായി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. തുദ്ന ശംസു യൗമൽ ഖിയാമ, സൂര്യൻ അടുപ്പിക്കപ്പെടും ഖിയാമത്ത് നാളിൽ മിനൽ ഖൽഖി, സൃഷ്ടികളോട്. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ, ഒരു മൈൽ അടുക്കലേക്ക് അത് വരുന്നതാണ്. വളരെ അടുത്ത് വന്ന് സൂര്യൻ നിൽക്കുമെന്നാണ്. ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്, ഓരോ മനുഷ്യരും തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവർ വിയർപ്പിൽ നിൽക്കും. സൂര്യൻ അടുത്ത് വന്ന് ചൂട് കൊണ്ടാണ് വിയർക്കുന്നത്. ആ വിയർപ്പിൽ നിൽക്കും. ഓരോരുത്തരുടെയും അമലൻ നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കണം. അത്രേ തെറ്റ് ചെയ്തു. അപ്പോൾ നെരിയാണി വരെ വിയർപ്പിൽ നിൽക്കും. മുട്ടുവരെ വിയർപ്പുണ്ടായിരിക്കും. അവന്റെ പാപത്തിന്റെ തോതായിരിക്കും. അവന്റെ ഊര വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നു. വിയർപ്പിൽ മുങ്ങിക്കിടക്കുന്ന ആളുകൾ അവന്റെ പാപം അത്ര കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. തന്റെ വായിലേക്ക് ഇങ്ങനെ ചൂണ്ടി പറഞ്ഞു, ഇതുവരെ വിയർപ്പിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമെന്നാണ്. അപ്പൊ സുഹൃത്തുക്കൾ, അതൊരു യാഥാർത്ഥ്യമാണെന്ന് വെറുതെ ചിന്തിച്ചു. ഈ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നാലോ അല്ലെങ്കിൽ വെറുതെ കൈകൊണ്ടൊന്ന് വീശിയാലോ ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും. എന്നാൽ 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ലോകത്ത് നിൽക്കേണ്ടി വരുമ്പോൾ ആ ചൂടിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണ്ടേ സുഹൃത്തുക്കളെ? അപ്പൊ ആ ചൂടിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താന്ന് പറയും? ആലോചിച്ചിട്ട് കാര്യമുണ്ട്. അവിടെ തണൽ കിട്ടണമെന്ന് ഒരാൾ വിചാരിച്ചാൽ അവൻ അവിടെ തണൽ നേടാൻ പറ്റും. അല്ല കൊടുക്കണം തണൽ. അല്ല കൊടുക്കാത്തവർക്കാർക്കും തണൽ കിട്ടാത്തൊരു ദിവസമാണ്. അന്നൽ ഇമാമുൽ ആദിൽ, ഏതെങ്കിലും നിലക്കൊരു ഭരണാധികാരമോ ഒരു സ്വാധീനമോ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുക, അനീതി ചെയ്യുക, അതല്ലേ നാട്ടിൽ നടക്കുന്ന സുഹൃത്തുക്കളെ. എന്നാൽ അധികാരമുള്ളവൻ ആ അധികാരത്തിൽ നീതി കാണിച്ചാൽ, അവൻ മന്ത്രിയാവട്ടെ, ഖാദിയാകട്ടെ, രാജാവാകട്ടെ, ആരാവട്ടെ, തൻ്റെ ഭരണസ്ഥാനം കൊണ്ട് അധികാരം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നീതിപൂർവ്വം പെരുമാറിയാൽ അവൻ അത് നീതി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എപ്പോ? അധികാരമുള്ളവർക്ക് അനീതി ചെയ്യാനല്ലേ എളുപ്പം. എന്നിട്ടും അവൻ നീതി ചെയ്തെങ്കിൽ അള്ളാഹു അവനെ ആ ചൂടിൽ അവനൊരു പരിഗണന അല്ല കൊടുക്കും, അവനൊരു തണൽ അള്ളാഹു വിരിച്ചു നൽകും. യുവത്വം അടിച്ചു പൊളിക്കാനാണെന്നാ പറയാം. ഇപ്പോഴൊക്കെ എങ്ങനെ പോവുക? വയസ്സാവുമ്പോൾ ആലോചിക്കുക. പള്ളി, മദ്രസും, നിസ്കാരം, ഖുർആനൊക്കെ അപ്പം ആലോചിക്കാം. നല്ല യുവത്വം ഉണ്ടാകുമ്പോൾ, നല്ല പ്രസരിപ്പുണ്ടാകുമ്പോൾ, എല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ, അള്ളാഹുവിനെ ആരാധിക്കുന്ന ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ജീവിച്ചൊരു ചെറുപ്പക്കാരൻ
അവനെ അല്ലാഹു നാളെ പരലോകത്ത് ആ കൊടും ചൂടിൽ പരിഗണിക്കാതിരിക്കുകയില്ല. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി എപ്പോഴും ഹൃദയബന്ധമുള്ളവൻ. രാവിലെ സുബഹിക്ക് പള്ളിയിൽ നിന്ന് വന്നാൽ പിന്നെ ലോർക്ക് എവിടെ ജമാഅത്ത് കൂടുന്നാണ് മനസ്സിൽ, അത് കഴിഞ്ഞാൽ അസർക്ക് എവിടെ ചെല്ലുന്നാണ്. പള്ളി കണ്ടുമുട്ടിയാൽ തന്നെ പള്ളിക്ക് പുറത്ത് ജമാഅത്ത് കഴിയാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുന്നവന്, അള്ളാഹുവിന്റെ ബൈത്തുമായി മനസ്സ് ബന്ധപ്പെടുത്തുന്നവനും ആ കൊടുംചൂടിൽ 50,000 വർഷത്തെ ദൈർഘ്യമുള്ള സൂര്യൻ ഏറ്റവും അടുത്തു വന്നു നിൽക്കുന്ന ആ നാളിൽ അവർക്ക് തണൽ നൽകുമെന്നാണ് പറയുന്നത്. വറജുലാനി തഹാബാ ഫില്ലാഹി വജ്തമാ അലൈഹി വതഫറഖ അലൈഹി, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടം വെച്ചവൻ. കച്ചവടക്കാര് പാർട്ട്ണർമാരുണ്ട്, രാഷ്ട്രീയക്കാര് കൂടെ സവസിക്കുന്നവരുണ്ട്, എല്ലാവരോടും ഇഷ്ടമാണ് സുഹൃത്തുക്കൾ. എല്ലാവർക്കും വേണ്ടി നമ്മൾ ന്യായീകരിക്കാനും അവന്റെ ദുശ്ചെയ്തികളെ ന്യായീകരിക്കാനും ഒക്കെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ദീനിന്റെ പേരിൽ വല്ല ബന്ധമുണ്ട്? ദീനിന്റെ പേരിൽ 2 നമ്പർ നമ്മളെ ഫോണിലുണ്ടോ? ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നാളെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച് അള്ളാഹുവിന് വേണ്ടി ഒന്നിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിടെ പ്രത്യേക പരിഗണന കൊടുക്കുമെന്നാണ്. വറജുലുൻ തലബതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, ഒരു നല്ല വ്യഭിചാരത്തിന് എല്ലാ അർത്ഥത്തിലും ഒരു സന്ദർഭവും സമയവും വന്നു കിട്ടി. എന്നിട്ട് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഭക്തിപൂർവം, ഒരിക്കലും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു തിന്മക്ക് മുന്നിൽ എല്ലാ സാഹചര്യങ്ങളും രഹസ്യമായി മുന്നിൽ വന്നിട്ടും വേണ്ടെന്ന് വെച്ചവന് അള്ളാഹു ഒരു പരിഗണന നാളെ ഖിയാമത്ത് നാളിന്റെ നൃത്തത്തിൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, എല്ലാവരും സദഖ കൊടുക്കുന്നുണ്ട്, ആൾക്കാരെ കാണിക്കാൻ, ആളുകളിൽ നിന്ന് പ്രസിദ്ധി കിട്ടാൻ ഒക്കെ വേണ്ടി ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അഖ്ഫാഹ, ആ കൊടുത്തത് അവൻ രഹസ്യമാക്കി വെച്ചു. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനു, വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈ അറിയാത്ത രഹസ്യദാനം അങ്ങനെ ചെയ്ത് നാളെ പരലോകത്തന്നെ കിട്ടണം. ഇവിടെ ഒരു നിലക്കും അതിനൊരു ഒരു ഗുണവും ഒരു പ്രശംസയും കിട്ടരുത്. ഇത് പരലോകത്ത് കിട്ടണം, അത്ര രഹസ്യമായി അവിടുത്തെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്തതിന് ഒരു പരിഗണന അവിടെ കൊടുക്കാതിരിക്കുകയില്ല എന്നാണ്. ധാരാളം കാര്യങ്ങൾ പറയേണ്ട സുഹൃത്തുക്കൾ. ഇതല്ലാതെ തന്നെ നാളെ പരലോകത്ത് തണൽ കിട്ടും. അപ്പോൾ ഈ ചൂട് നമ്മൾ ഓർമ്മിപ്പിടിക്കണം. ഈ എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന ആത്മപരിശോധന അത് എളുപ്പമല്ലേ സുഹൃത്തുക്കൾ? ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എത്ര കാര്യങ്ങളുണ്ട്. ഈ ചൂട് കഠിനമാകുമ്പോൾ അവിടെ 50,000 വർഷത്തെ നൃത്തത്തെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ് സുഹൃത്തുക്കളെ. നരകത്തെക്കുറിച്ചുള്ള ചൂട് നമ്മൾ ഓർക്കണം എന്നാണ്. നരകത്തെക്കുറിച്ചുള്ള ചൂട് നമ്മൾ ഓർക്കണം. ഇദശ്തദ്ദൽ ഹർ ഫഅബ്രിദു ബിസ്സലാ, ചൂട് കഠിനമായ നിസ്കാരം കൊണ്ട് അതിനെ തണുപ്പിക്കും. ഫഇന്ന ശിദ്ദത്തൽ ഹർ മിൻ ഫൈഹി ജഹന്നം, അതാണ് നരകത്തിൻ്റെ ആവിയാണ് യഥാർത്ഥത്തിൽ ഈ ചൂട് എന്ന് പറഞ്ഞത്. ഇഷ്തഖത്തിൻ നാർ ഇലാ റബ്ബിഹ, നരകം അള്ളാഹുവോട് ആവലാതിപ്പെട്ടു എന്നാണ്. റബ്ബി അക്കല ബഅദി ബഅദൻ, ഈ നരകം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തിന്നുകൊണ്ടിരിക്കുകയാണ് നരകത്തിലുള്ളതൊക്കെ. അപ്പം അള്ളാഹു എന്തിനാ കഠിന ചൂടിനൊരു ആശ്വാസം കിട്ടാൻ, ഒന്ന് ഉച്ഛ്വസിക്കാൻ, ആ ചൂടൊന്ന് പുറത്തു വിടാൻ അള്ളാഹു ഒരു അനുവാദം കൊടുത്തു. നഫസിൻ ഫിശ്ശിതാ വ നഫസിൻ ഫിസ്സൈഫ്, ഒന്ന് ശൈത്യകാലത്തും ഒന്ന് ഉഷ്ണകാലത്തും ഒന്ന് ചൂടൊന്ന് പുറത്തേക്ക് വിടാമെന്ന്. അതാണ് അത്രേ വേനലിൽ നമ്മൾ അനുഭവിക്കുന്ന കഠിനമായ ചൂട്. അതാണെന്ന് സത്യം മാത്രം പറയുന്ന നബി ഇസ്ലാസ്മ പറയുന്നു. അത് അവിടത്തുള്ള ചൂടിനെ കുറിച്ചാണ് പറയുന്നത്. അത്രയും ശക്തമായ ആ ചൂടാണ് ആ നരകത്ത് നമുക്ക് പുറത്തു വരുന്ന ചൂട് എന്നാണ്. അപ്പോൾ ആ ചൂടിനെ മനസ്സിലാക്കാൻ, നരകത്തിൻ്റെ ചൂടിനെ മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ. നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകളും നമ്മളങ്ങനെ ഓതി നോക്കിയാൽ ഇവിടുത്തെ ചൂടിനെ താരതമ്യം ചെയ്തിട്ട് പരലോകത്തെ ചൂടിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. തഹ്സബൂന അന്ന നാറ ജഹന്നം മിത്ലു നാരിക്കും ഹാദിഹി, നിങ്ങളിപ്പോൾ ഇവിടുത്തെ തീയോലെയാണ് പരലോകത്തെ തീ എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് നബി ചോദിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ഹിയ അശദ്ദു സവാദം മിനൽ ഖാർ, ഈ ടാറിനേക്കാളും കറുപ്പുള്ളതാണ് നരകത്തിൻ്റെ തീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, വഅസ്ഹാബുശ്ശിമാലി മാ അസ്ഹാബുശ്ശിമാൽ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. ഇടതുപക്ഷക്കാർ, മാ അസ്ഹാബുശ്ശിമാൽ, ആരാണ് ഇടതുപക്ഷക്കാർ? ഫീ സമൂമിൻ വഹമീം, ഫീ സമൂമിൻ, രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന തീ, അതേപോലെ തന്നെ ചുട്ടുതിളക്കുന്ന നരകത്തിലെ ആ ചൂടുവെള്ളം, അതിലായിരിക്കും അവർ കഴിച്ചു കൂട്ടേണ്ടി വരിക. വളില്ലിൻ മിൻ യഹ്മൂം, കരിം പുകകളുടെ നിഴലുകളിലാണ്
അവർ കഴിച്ചു. ആ നരകത്തിൻ്റെ കരിമ്പുകകളുടെ നിഴലിലായിരിക്കും അവർ ഉണ്ടായിരിക്കുന്നത്. ലാ ഭാരിതി വല കരീം, യാതൊരു നിലക്കൊരു തണുപ്പോ ആശ്വാസമോ നൽകാത്ത നരകാഗ്നികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വേനലിൻ്റെ ചൂട് ആ നരകത്തിൻ്റെ ചൂടിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നരകത്തിൻ്റെ ചൂടിനെ ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ സ്വർഗം നമുക്ക് ഓർമ്മ വരുന്നതല്ലേ സുഹൃത്തുക്കളെ? ആ നരകത്തു നിന്നുള്ള ആശ്വാസം, നരകത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ തണലെന്ന് പറഞ്ഞാൽ എത്രയോ സമയം യാത്ര ചെയ്താൽ അത്രയും വിശാലമായ വളില്ലിൻ മംദൂദ്, നീണ്ടുകിടക്കുന്ന വിശാലമായ നിഴലുകളെക്കുറിച്ച്, തണലുകളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വനുദ്ഖിലുഹും ദില്ലൻ ദലീല, അവിടുത്തെ തണലുകളിൽ അവരെ നാം പ്രവേശിപ്പിക്കുമെന്നാണ്. മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരിക, അവിടെ വെയിലോ ചൂടോ അവർ കണ്ടെത്തുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ഓർക്കാനും നരകത്തെക്കുറിച്ച് ഓർക്കാനും ഒക്കെ ഉള്ള ഒരു സന്ദർഭമാണ്. ഒന്ന് മനസ്സ് തട്ടി പടച്ചോനെ നരകത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണേ എന്നെങ്കിലും പറയാൻ ഈ ചൂട് നമ്മളെ പ്രേരിപ്പിക്കണം. 3 വട്ടം പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ? നമുക്കൊക്കെ കാണാതായിട്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, വഖിന അദാബന്നാർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നന്മ തരണേ എന്നാണ്. നരകത്തിൽ നിന്ന് 3 പ്രാവശ്യം അള്ളാഹുവോട് രക്ഷ ചോദിച്ചാൽ, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മറാത്ത്, 3 വട്ടം ഒരാൾ സ്വർഗത്തെ ചോദിച്ചാൽ എന്തു ചെയ്യും? കാലത്തിൽ ജന്ന, സ്വർഗം പറയും അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹു അവനെ നീ സ്വർഗത്തിൽ കയറ്റണേന്നാണ്. വമനിസ്തജാറ മിനന്നാരി തലാത മറാത്ത്, 3 വട്ടം നരകത്തിൽ നിന്ന് ആരെങ്കിലും കാവലിനെ ചോദിച്ചാൽ കാലത്തിന്നാർ, നരകം പറയും അല്ലാഹുമ്മ അജ്ർഹു മിനന്നാർ, അള്ളാഹുവേ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുമെന്ന് ഇമാം അഹ്മദും തുർമുദിയും നസായിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. ധാരാളം പ്രാർത്ഥന ഖുർആനിലുണ്ട്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ മുഖാമ. നരകത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നരകത്തിൽ രക്ഷപ്പെടുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ തശഹദ അഹദു, നിങ്ങൾ ആരെങ്കിലും തശഹുദ് ചൊല്ലുകയാണെങ്കിൽ, അത്തഹിയാത്തെ ചൊല്ലുകയാണെങ്കിൽ, ഫൽയസ്തഇദ് ബില്ലാഹി മിൻ അർബ, 4 കാര്യങ്ങളിൽ നിന്ന് അവൻ അള്ളാഹുവോട് കാവലിനെ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബി ജഹന്നം, നരകത്തിൽ രക്ഷപ്പെടുത്തണം. വമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ രക്ഷപ്പെടുത്തണം. വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത്, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കെടുതികളിൽ നിന്ന്. വമിൻ ശർരി ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിൻ്റെ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഈ 6 നോമ്പൊക്കെ തീർക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കും. നോമ്പ് ഈ ചൂട് കാലത്ത് ലമഉൽ ഹവാജിർ എന്ന് പറയും, ഈ ഉച്ചയുടെ അതിശക്തമായിട്ടുള്ള ദാഹം അനുഭവിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോൽക്കുമ്പോൾ ആ നോമ്പിന് കുറച്ചധികം കൂലി ഉണ്ടാവുന്നതാണ്. അപ്പോൾ കഠിനമായ ചൂടിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി പൂർവികരായ സലഫുകൾ നോമ്പ് നോറ്റിരുന്നു എന്നൊക്കെ ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും. നമ്മളൊരു ആത്മഹത്യാപരമായതല്ല പറയണത്. നോമ്പ് നോൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ നോമ്പ് നോൽക്കുന്നതിന് ഒരു പ്രത്യേക പ്രതിഫലമുണ്ട് എന്നാണ്. മാത്രമല്ല നോമ്പിനൊരു പ്രത്യേകത കൂടുണ്ട്. നരകത്തിൽ നിന്ന് നോമ്പ് നമ്മളെ എന്ത് ചെയ്യും? ദൂരെയാക്കും. പിന്നെ നോമ്പിൻ്റെ പുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ. സദക്കക്ക് വലിയ പ്രാധാന്യം. നമുക്ക് 2 ആളുകൾ ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ മുഖപ്പേജിൽ കണ്ട് 2 ആൾ മരിച്ചു. ഈ വെയിലത്ത് എന്തിനാണ് പണിക്ക് പോകണമെന്ന് നമ്മൾ ചോദിക്കരുത്. ആളുകൾ അത്രയും പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ എല്ലാവരും പലിശയിലാണല്ലോ. EMI എടുത്തിട്ടാണ് എല്ലാ ആളുകളും. 50 ഉറുപ്പിക എടുത്ത ഫോൺ ഇട്ടു എന്നാണ് പറയാം. അത് എന്താ സുഹൃത്തുക്കളെ? ഒരടവ് തെറ്റിയോ കാണും, അതിൻ്റെ പലിശ നമ്മൾ കൊടുക്കേണ്ടി വരും. പലിശയുണ്ടെന്ന കണ്ടീഷനിലാണ് ഇത് കൊടുക്കുന്നത്. ആരതിനെപ്പറ്റി പഠിച്ചു? പലിശ ഇല്ലല്ലോ എന്ന് ആൾക്കാർ പറയാം. പലിശ ഇല്ലാതെ അതിൻ്റെ വ്യവസ്ഥയിൽ പലിശ ഉണ്ട്. അതൊരടവ് തെറ്റിയാൽ അയാൾ കൊടുക്കേണ്ടി വരും. എന്നിട്ട് എന്താ അറിയോ? നിത്യവൃത്തിക്കും ഗതിയില്ലാത്ത ആളുകളൊക്കെ എല്ലാം EMI ആയിട്ട് അടച്ചു കൊടുക്കണ്ടേ സുഹൃത്തുക്കളെ? അതികഠിനമായ വെയിലത്ത് മരിച്ചു പോകുമെങ്കിലും പുറത്തിറങ്ങണം. കാരണം വൈകുന്നേരം കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കണം. എന്തെങ്കിലും ചെറിയൊരു സാമ്പത്തിക ക്ഷീണം വന്നാൽ തകർന്നു പോകും. അങ്ങനെയാണ് ഇന്നത്തെ ഒരു സംവിധാനം നിലനിൽക്കുന്നത്. ജീവിക്കാൻ നിവർത്തില്ലാത്ത ആളുകളുണ്ട് സുഹൃത്തുക്കളെ നമുക്കിടയിൽ. അവരെയൊക്കെ നമ്മളൊന്ന് കണ്ടറിയണം. പ്രത്യേകിച്ച് നമ്മൾ വെള്ളം, മനസ്സിലായി, നമുക്ക് തന്നെ പേടിയാണ് കിണറ്റിലെ വെള്ളം വറ്റുമ്പോൾ ആലോചിക്കാം. അയൽവക്കക്കാരൻ വെള്ളം ചോദിച്ചാൽ കൊടുക്കണം. യാത്രക്കാരൻ കുപ്പിയുമായി വന്നാൽ സന്തോഷത്തോടെ, അത് ജീവിതത്തിലൊരു അവസരമാണ്. നമ്മുടെ മുറ്റത്തൊരാളൊരു കുപ്പിയും തുറന്ന് വെള്ളം തരുമെന്ന് പറയുമ്പോൾ ഇതൊരു ശല്യമായല്ലോ എന്നല്ല, അതൊരു സന്തോഷമാണ്. വെള്ളം കൊടുക്കണം. സഖിയുൽ മാ, ഏറ്റവും അധികം പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യാം? നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന, പ്രത്യേകിച്ച് യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി മാത അഫ അതസദ്ദഖു അൻഹാ, നബി എൻ്റെ അമ്മ മരിച്ചുപോയി, ഉമ്മക്ക് വേണ്ടി വല്ലതും സദക്ക കൊടുത്താൽ എനിക്ക് കൂലി കിട്ടുമോ? നബി പറഞ്ഞു നഅം. ഖുൽതു, ഞാൻ ചോദിച്ചു ഫഅയ്യു സദഖത്തി അഫ്ളൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉമ്മാക്ക് കൂലി കിട്ടാൻ വേണ്ടി ഞാൻ കൊടുക്കാവുന്ന സദക്കയിൽ ഏറ്റവും ഉന്നതമായത് ഏതാണ്? സഖയുൽ മാ, വെള്ളം കൊടുക്കുക.
കുടിക്കാനുള്ള വെള്ളം കൊടുത്താൽ അതിനാണ് ഏറ്റവും വലിയ പ്രതിഫലം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊടുത്തോളൂ, ഒരു പ്രശ്നമല്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ വെള്ളം 300, 400, 500 രൂപ കൊടുത്ത് കുടിവെള്ളം വാങ്ങുന്നവരുണ്ട്. നിവർത്തില്ല, വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റും. നമ്മൾ കഴുകി തുടച്ച് ഉണങ്ങാതെ കിടക്കുന്ന വെള്ളം പക്ഷികളും മൃഗങ്ങളും നക്കി കുടിക്കുന്നത് കണ്ണിൽ കാണുമ്പോഴെങ്കിലും ഒരു പഴയ പാത്രത്തിൽ ഒരു അല്പം വെള്ളം വെച്ച് കൊടുക്കാനുള്ളൊരു ദയ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ ആരോട് കാണിക്കുന്ന ദയയും അള്ളാഹുവിൻ്റെ ദയ നമുക്ക് കിട്ടുവാനുള്ള കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു കാര്യം, എത്ര ചൂടാണെങ്കിലും നമ്മുടെ നിസ്കാരത്തിനോ നമ്മുടെ ജമാഅത്തിനോ ഒന്നും തടസ്സം വരാൻ പറ്റില്ല. കാരണം അന്നാറു അശദ്ദു ഹർറ, നരകത്തിൻ്റെ ചൂടിന് ഈ ചൂടിനേക്കാളും വലുതാണ്. അതുകൊണ്ട് നരകത്തിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ചൂട് ചെറുതായി സഹിച്ച പ്രശ്നം. 2 കാര്യം പ്രധാനമായി. ചൂടിനെ ശപിക്കരുത് സുഹൃത്ത്. കാലത്തെ കുറ്റം പറയാൻ പറ്റില്ല, ശപിക്കാൻ പറ്റില്ല. ചൂടിനെ ശപിക്കരുത്. ശപിച്ചു പറയുന്നത് വിശ്വാസപരമായി വലിയ തകരാറ്. എന്നാൽ നല്ല ചൂടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അതിന് തകരാറില്ല. കാരണം അങ്ങനെ പറയുന്നത് ഇന്ന് നല്ല ചൂടാണല്ലോ, ഇന്ന് ചൂട് കുറച്ച് കൂടുതലാണല്ലോ എന്നൊന്നും പറയുന്നതിന് തെറ്റില്ല എന്നാണ്. വലമ്മാ ജാഅത് റസൂലുനാ ലൂതൻ സീഅ ബിഹിം വലാക ബിഹിം ദർഅൻ വഖാല ഹാദാ യൗമുൻ അസീബ് വഖാല ഹാദാ യൗമുൻ അസീബ്. ഇന്നൊരു പ്രയാസകരമായ ദിവസമാകുന്നു, അല്ലെങ്കിൽ ഇന്ന് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാകുന്നു എന്ന് പറഞ്ഞതിന്, അങ്ങനെ പറയുന്നതിന് പ്രയാസമില്ല. എന്നാൽ ഈ ചൂടിനെ ശപിച്ചും അതിനെ കുറ്റം പറയുന്ന രൂപം ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ വെള്ളിയാഴ്ച കുളി ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ മലമുകളിൽ നിന്നൊക്കെ വേനൽക്കാലത്ത് ആൾക്കാർ ഇറങ്ങി പള്ളിക്കൊക്കെ വരും. അപ്പോൾ ഇവരുടെ വേർപ്പ് കൊണ്ട് വാസനിച്ചിട്ട് അടുത്ത നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ ജമാഅത്തിനൊക്കെ വന്ന് നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ ചൂട്, നമ്മുടെ വിയർപ്പ്, എന്തായാലും ഈ സമയത്ത് വേർക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ വേർപ്പിൻ്റെ ഗന്ധമെന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഗന്ധമാണ്. അപ്പോൾ നിസ്കരിക്കണവൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിസ്കാരം കഴിയുന്നവരെ അയാൾ വിഷു. മലക്കുകൾക്കും അത് ദ്രോഹകരമാണ് എന്ന് ഹദീസുകൾ കാണാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അത്ര ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോണ സമയത്ത് കുളിച്ചിട്ടോ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ കുളിച്ചു വരാൻ നിർദ്ദേശിക്കാനുള്ള പ്രധാന കാരണം തന്നെ ആ വിയർപ്പിൻ്റെ മണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് വെള്ളിയാഴ്ച കുളി നിശ്ചയിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മളുടെ വിയർപ്പ് മറ്റൊരാൾക്ക് ശല്യമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. തീർച്ചയായും ധാരാളം ആലോചനകളും ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, ധാരാളം നന്മകൾക്ക് പ്രചോദനം കിട്ടുന്ന, ധാരാളം പ്രതിഫലം വാങ്ങാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ആലോചനകളാണ് ഈ കഠിന ചൂട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു ഈ ചൂടിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കും. നല്ല സമൃദ്ധമായ മഴ തന്ന് അള്ളാഹു എല്ലാ ജീവികൾക്കും മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഭൂമിയെ തണുപ്പിക്കുകയും ആവശ്യമായ വെള്ളം ലഭിക്കുകയും ചെയ്യുന്ന നല്ല സമൃദ്ധമായ മഴയെ അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തെക്കുറിച്ചും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിക്കുക. സമൃദ്ധമായ മഴ തരാൻ അള്ളാഹു നമുക്കുള്ളൊരു കാരണമായി പറയുന്നത് ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. സമൃദ്ധമായ മഴ നിങ്ങൾക്ക് തരും. ഇസ്തിഗ്ഫാർ ഇത്രയൊക്കെ സന്ദർഭത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവോട് പാപമോചനം തേടുക. ഈ മഴയ്ക്ക് വേണ്ട നിസ്കാരത്തിന് വരുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു തട്ടമൊന്നും അറിച്ചിട്ടിരുന്നു എന്നാണ്. അത് ഇപ്പോഴത്തെ അവസ്ഥക്കൊരു മാറ്റം ഉണ്ടാവണം എന്നതിൻ്റെ സൂചനയാണ്. ആ മാറ്റം പ്രകൃതിയിൽ വരേണ്ടതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും അത്തരമൊരു മാറ്റം ഉണ്ടാവാൻ ആ സന്ദർഭങ്ങൾ കാരണമാകേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടും. സക്കാത്ത് നൽകപ്പെടാതിരിക്കുമ്പോൾ മഴ തടയപ്പെടുമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാപങ്ങളുടെ വർധനവ് നമുക്ക് മഴയെന്ന മഹാനുഗ്രഹം തടയപ്പെടാനുള്ള കാരണമാകും. ആകാശത്ത് നിന്ന് വെള്ളം ഇറങ്ങിയെങ്കിലെങ്കിൽ വെള്ളമില്ല സഹോദരങ്ങൾ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും രണ്ടും പരീക്ഷണങ്ങളാണ്. അറബ് നാടുകളിൽ പെയ്യുന്ന മഴയിൽ നമ്മുടെ ചൂടിനേക്കാളും എത്രയോ ശക്തമായ ഭീതിയിലാണ് അവരുള്ളത്. ഒരു ദിവസം, ഒരു വർഷം കൊണ്ട് പെയ്യാവുന്ന മഴ ഒരു ദിവസം കൊണ്ട് പെയ്താൽ എന്താകുമെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ മഴ പ്രതീക്ഷിക്കാത്ത നാട്ടിലും കൂടി ആവുമ്പോൾ അതും പരീക്ഷണമാണ്. ഇതിൻ്റെയൊക്കെ നിയന്ത്രണം അള്ളാൻ്റെ കയ്യിലാണ്. അത് ചൂടിങ്ങനെ വരുമ്പോൾ ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. മഴ പെയ്യാതിരിക്കുമ്പോൾ നമുക്ക് പെയ്യിപ്പിക്കാൻ കഴിയില്ല. ചൂട് ശക്തമാകുമ്പോൾ നമുക്ക് തണുപ്പിക്കാൻ പറ്റില്ല. ഒക്കെ അള്ളാഹിനോട് ചോദിക്കൽ മാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം, പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കണം. അള്ളാഹു നമുക്ക് സമൃദ്ധമായ മഴയെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ, സമൃദ്ധമായ മഴയെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹു മസ്തി ഇബാദക വബഹായിമക വൻഷുർ റഹ്മതക വാഹി ബൽദകൽ മയ്യിത് അല്ലാഹു മസ്ഖിനാ ഗൈസൻ മുഗീസ അല്ലാഹു മസ്ഖിനാ ഗൈസൻ മുഗീസ. അല്ലാഹുവേ, സമൃദ്ധമായ മഴയെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. എല്ലാ ജീവജാലങ്ങളും വെള്ളമില്ലാതെ ചൂടുകൊണ്ട് പ്രയാസപ്പെടുന്നു. ചില ആളുകൾ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് മരണപ്പെട്ടു പോകുന്ന സാഹചര്യം. ഇത്തരം പരീക്ഷണ ഘട്ടത്തിൽ തീർച്ചയായും നല്ല തണുത്ത, നല്ല സമൃദ്ധമായ, അനുഗ്രഹീതമായ, ഉപദ്രവങ്ങളില്ലാത്ത
നല്ല മഴയെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറമ മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ